അമേരിക്ക ഇപ്പോൾ പുതിയ യുദ്ധങ്ങളുടെ മേച്ചിൽപ്പുറങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് വെനിസലയുമായി ഏത് ഘട്ടത്തിലും യുദ്ധം ആരംഭിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ്. മെക്സിക്കോയുമായി അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന രാഷ്ട്രം മെക്സിക്കോയുമായി യുദ്ധത്തിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു, പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയത്ത് ഇപ്പോൾ പുതിയ ഒരു യുദ്ധമുഖം പ്രഖ്യാപിച്ചിരിക്കുന്നത് നൈജീരിയയിലാണ്. നൈജീരിയയിൽ യുദ്ധത്തിനുള്ള കാരണം മിലിറ്ററി ആക്ഷനുള്ള കാരണം പറഞ്ഞിരിക്കുന്നത് ഇവിടെ ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ നൈജീരിയയിൽ മിലിറ്ററി ആക്ഷൻ ആവശ്യമാണ് എന്നാണ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ ചൈന അതിശക്തമായ രീതിയിൽ നൈജീരിയക്ക് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബീജിംഗ് ഹാസ് ഒഫീഷ്യലി ബാക്കഡ് നൈജീരിയ ആഫ്റ്റർ ട്രംപ് threatened possible US military action over alleged religious persecution. മതപരമായ പീഡനം ആരോപിച്ചുകൊണ്ട് നൈജീരിയക്കെതിരെ ട്രംപ് മിലിറ്ററി ആക്ഷൻ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നൈജീരിയക്ക് പൂർണ്ണമായ പിന്തുണയായി ചൈന ബീജിംഗ് രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയത്ത് ഇറാൻ മസ്റ്റ് സ്റ്റാൻഡ് ഫുള്ളി വിത്ത് നൈജീരിയ. എനി ഫോറിൻ മിലിറ്ററി മൂവ് അഗെയിൻസ്റ്റ് നൈജീരിയ is unacceptable and must be opposed with absolute resolve. ഏത് ഒരു വിദേശ സൈന്യം നൈജീരിയക്കെതിരെ ആക്രമണത്തിന് ഒരുങ്ങുകയാണെങ്കിലും ശക്തമായ രൂപത്തിൽ അതൊരിക്കലും സ്വീകാര്യമല്ല, ദൃഢമായ രൂപത്തിൽ തന്നെ അതിനെ എതിർക്കുമെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. ഇഫ് എനിവൺ തിങ്ക് ദേ ക്യാൻ ഇൻവേഡ് നൈജീരിയ, ഡിസ്റ്റബിലൈസ് ആഫ്രിക്ക ആൻഡ് വാക്ക് അവേ, ആരെങ്കിലും ആഫ്രിക്കയെ അസ്ഥിരപ്പെടുത്തുകയോ അല്ലെങ്കിൽ നൈജീരിയ അധിനിവേശം നടത്താനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുവെങ്കിൽ അത് മൗഢ്യമാണ്, അതവരുടെ ഒരു മിസ്റ്റേക്ക് മാത്രമാണ്. ഇറാൻ ഷുഡ് ബി റെഡി സപ്പോർട്ട് നൈജീരിയ അഗേൻസ്റ്റ് എനി എക്സ്റ്റേണൽ ആഗ്രഷൻ. ഏതെങ്കിലും ഒരു വിദേശ രാഷ്ട്രങ്ങളുടെ ആക്രമണം നൈജീരിയക്ക് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും അത് നൈജീരിയയെ സപ്പോർട്ട് ചെയ്യാൻ ഇറാൻ പൂർണ്ണാർത്ഥത്തിൽ റെഡിയാണ് എന്ന് ഇപ്പോൾ ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും അമേരിക്ക അവരുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് വാർ മിനിസ്ട്രി എന്ന പേര് ചേഞ്ച് ചെയ്യുന്നതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് ഇപ്പോൾ ലോകത്തിന് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ രാഷ്ട്രങ്ങൾക്ക് പിന്നാലെ ഇവിടെയൊക്കെ ഓരോ കാരണങ്ങൾ പറയുക മാത്രമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും യൂറോപ്പും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വസ്തുതാപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെയെല്ലാം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്, അതിന്റെ പ്രശ്നങ്ങളുടെ വിത്ത് പാകിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക തന്നെയാണ്. അമേരിക്കയും ഇസ്രയേലും തന്നെയാണ്. ഇസ്രയേലിന്റെ വ്യാപനം, അതുപോലെ തന്നെ അമേരിക്കയുടെ വ്യാപനം, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ. മാത്രമല്ല അമൂല്യമായ ഭൂസ്വത്തുക്കൾ കണ്ടെടുക്കാൻ വേണ്ടി അത്തരത്തിലുള്ള രാഷ്ട്രങ്ങളെ അധിനിവേശം ചെയ്യുക, അവിടെയെല്ലാം തീവ്രവാദ ഗ്രൂപ്പുകളെ സൃഷ്ടിക്കുക, അവിടെ ആഭ്യന്തര കലാപങ്ങൾ സൃഷ്ടിക്കുക, ഈ രീതിയിലെല്ലാം അവിടുത്തെ ഭരണകൂടങ്ങളെ അസ്ഥിരപ്പെടുത്തി അധിനിവേശം നടത്തി അവിടെയൊക്കെയുള്ള സമ്പത്ത് ചോർത്തിയെടുക്കുക, ഇത്തരത്തിലുള്ള കൊള്ളയാണ് യഥാർത്ഥത്തിൽ അമേരിക്കയും അതുപോലെ തന്നെ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന പല രാഷ്ട്രങ്ങളും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും കാനഡയും തമ്മിൽ ഇപ്പോൾ പ്രശ്നം നിലനിൽക്കുന്നു, അമേരിക്കയും മെക്സിക്കോയും തമ്മിൽ പ്രശ്നം നിലനിൽക്കുന്നു. ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം, തൊട്ടടുത്ത രാഷ്ട്രങ്ങളിൽ അമേരിക്കയുടെ എതിരാളികൾക്ക് യാതൊരുവിധ സ്ഥാനവും ഉണ്ടാകാൻ പാടില്ല. അവിടെ ആയുധങ്ങൾ കൊണ്ടുവന്ന് അമേരിക്കയെ ആക്രമിക്കാൻ സജ്ജമാക്കുമോ എന്ന ഭയവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. കാരണം ഇപ്പോൾ കൂടുതൽ ആംസിന്റെ ആവശ്യമില്ല, ആണവായുധങ്ങൾ കൂടുതൽ ആവശ്യമില്ല. ഏതെങ്കിലും രാഷ്ട്രങ്ങളിൽ, തൊട്ടടുത്ത ഏതെങ്കിലും രാഷ്ട്രങ്ങളിൽ ആണവായുധം സജ്ജീകരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടെ ആ രാഷ്ട്രത്തിനെ കഥകഴിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം റഷ്യ ഉക്രൈനിൽ ഇടപെട്ടതും അത്തരമൊരു സാഹചര്യത്തിലാണ്. യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ഉക്രൈനിൽ ആണവായുധം, റഷ്യയെ തകർക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു എന്ന് റഷ്യക്ക് ബോധ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് ഉക്രൈനിൽ അങ്ങനെയുള്ള ഒരു യുദ്ധം ഉണ്ടാകുന്നത്. ഉക്രൈൻ നാറ്റോയിൽ അംഗമാകരുത്, ഇതായിരുന്നു റഷ്യയുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ്. എന്നാൽ അംഗമാകുമെന്ന ആ ഒരു ഉറച്ച തീരുമാനമായിരുന്നു ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങാനുണ്ടായ കാരണം. എന്തായിരുന്നാലും ഇപ്പോൾ നാറ്റോയിൽ ചേർന്നിട്ടില്ല, പക്ഷെ ഇപ്പോഴും പ്രതിസന്ധി നിലനിൽക്കുകയാണ്. യുദ്ധം ആരംഭിക്കുന്ന അത്ര തന്നെ പെട്ടെന്ന് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നത് വസ്തുതയാണ്. നമുക്കറിയാം ഈ അടുത്ത് യുദ്ധം ഉണ്ടായ ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ ഇപ്പോൾ സമാധാനം പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചാൽ ഇതിന്റെ ഉത്തരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എവിടെയും അസമത്വവും അരാജകത്വവും നിറയുക മാത്രമാണ് ഒരു യുദ്ധത്തിന്റെ അനന്തരഫലമായി ഉണ്ടാവുക. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പല രാഷ്ട്രങ്ങളിലും അമേരിക്ക ആഗ്രഹിക്കുന്നത് എന്നാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.